പ്രീസ് ലോഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. സ്വർഗത്തിലെ ദൈവം തന്നെയാണ് നമുക്കൊരു പുതിയ ദിവസം നൽകിയത് എന്ന് വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം തന്നെയാണ് നമുക്ക് ഒരു പുതിയ ദിവസം ദാനമായി നൽകിയത്. നമ്മുടെ കഴിവുകൊണ്ട് ശക്തി കൊണ്ട് ഒന്നുമല്ല. രാത്രിയിൽ നാം ഉറങ്ങി ദൈവം നമ്മെ താങ്ങിയിരിക്കിയാൽ ഉണർന്ന് ബലത്തോടെ ആരോഗ്യത്തോടെ ദൈവമുഖം നോക്കുവാനായിട്ട്, ദൈവം അന്വേഷിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ദൈവം തൻ്റെ ജീവശ്വാസമാണ് നമ്മിൽ ഓരോരുത്തരിലേക്കും നൽകിയിരിക്കുന്നത്, ഊതിയിരിക്കുന്നത്. ആ ജീവശ്വാസത്തെ ദൈവം നിലനിർത്തിയത് കൊണ്ടാണ് നാം ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നാം ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറയും. ദൈവമേ, നന്ദി, ഈ പുതിയ ദിവസത്തിനായി നന്ദി. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എന്നെ പഠിപ്പിക്കണം. അങ്ങയുടെ വഴികളിൽ നടക്കാനായിട്ട് എന്നെ സഹായിക്കണം. ഈ ജീവിതത്തിൽ അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവീയ ഉദ്ദേശത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് ഹൃദയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ തൻ്റെ ഹിതത്തിലേക്കും സകല സത്യത്തിലേക്കും നിലനിൽക്കുന്ന നിത്യജീവനിലേക്കൊക്കെ നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ദൈവം അന്വേഷിക്കാം. നമ്മുടെ ഭാരങ്ങളും ആകുലങ്ങളും ഉത്കണ്ഠകളൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. കാരണം ദൈവം സകലത്തിനും മതിയായവനാണ്. ഓരോ ദിവസവും വിവിധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓരോ ദിവസം കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? അന്നന്നത്തെ ദോഷം മതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ നടുവിലൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ കരുതി നടത്തി പരിപാലിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുക. എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി, എന്തെല്ലാം വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചു. അവിടെയൊക്കെ ദൈവം തൻ്റെ കൃപയാണ് നമ്മുടെ മേൽ പകരുന്നത്. ഒരുപക്ഷെ നാം ചിന്തിക്കുമായിരിക്കും, ഞാനിപ്പോഴാണല്ലോ ദൈവത്തെ അറിഞ്ഞത്, ഞാൻ ദൈവത്തെ അറിയാതിരുന്ന സമയത്തും ഈ ദൈവം തന്നെയാണ് എന്നെ കരുതിയത്. തീർച്ചയായും പ്രിയമുള്ളവരെ, ദൈവം തന്നെയാണ് നമ്മെ കരുതിയത്. അതിൽ ഒരു സംശയം വേണ്ട. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. അവൻ ദുഷ്ടൻ്റെ മേലും നീതിമാന്റെ മേലും തൻ്റെ മഴയെ അയക്കുകയും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവമാണ് നമ്മളെ കരുതി നടത്തി പരിപാലിക്കുന്നത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറന്നപ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചപ്പോൾ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് സകല ചരാചരത്തെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് ജീവശ്വാസം നൽകിയത്. ആ ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഒരിക്കലും എൻ്റെ നാശത്തിനുള്ളതല്ല, എൻ്റെ ക്ഷേമത്തിനുള്ളതാണ്, നിലനിൽക്കുന്നതാണ്, നിത്യമായതാണ്, നശിച്ചു പോകാത്തതാണ്, ഇറ്റേണലാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ വന്നപ്പോൾ അവിടെയാണ് മനസ്സ് പുതുക്കുവാൻ തുടങ്ങുന്നത്. ക്ഷണികമായിട്ടുള്ള നൈമിഷിക മോഹങ്ങളിൽ ജീവിച്ചിരുന്ന നാം നിലനിൽക്കുന്ന നിത്യതയിലാക്കി ജീവിക്കുവാനൊക്കെ ഒരു സമർപ്പണം ഉണ്ടാകുന്നൊക്കെ അവിടെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന നിത്യജീവനിലാക്കി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും തൻ്റെ ജ്ഞാനം കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് ദൈവങ്ങളിലേക്ക് കൊടുക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെയും നിലവിളെയും കാക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 21-ാം വാക്യവും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യവും. അപ്പോൾ ഇവിടെ പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യമുണ്ട്, സ്വർഗരാജ്യത്തിൽ കടക്കണം. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടം ചെയ്തതുകൊണ്ടോ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചതുകൊണ്ടോ ഒരിക്കലും അത് സാധ്യമാകത്തില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുന്നത്? എന്താണ് സ്വർഗം എന്ന് പറഞ്ഞാൽ? സ്വർഗം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. സ്വർഗം ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കയറി ചെല്ലുവാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പാപമാണ്. അപ്പോൾ ദൈവം നമ്മുടെ പാപത്തെ നീക്കിക്കളഞ്ഞ് നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുന്ന ഒരളവിലേക്ക് നാം ഒരുങ്ങണമെങ്കിൽ നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയ പാപത്തിൽ നിന്നും നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. അപ്പോൾ ഇവിടെ പറയാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ കടക്കുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. നമ്മുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഒരുപക്ഷെ നാം പലതും ചെയ്തിരിക്കാം. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞു, നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ കറ പുരണ്ട വസ്ത്രം പോലെയാണ്. അപ്പോൾ പല വ്യക്തികളും അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ കാലത്ത് മനുഷ്യൻ ചെയ്യുന്നത് കുറേ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, നേർച്ച കാഴ്ചകൾ ചെയ്യുന്നു, സഹായിക്കുന്നു, പണം കൊടുക്കുന്നു, അതുപോലെ തന്നെ ദേഹത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം വിശുദ്ധനാണ്, മനുഷ്യൻ പാപിയാണ്.
നാം ആരും പാപം ചെയ്ത് പാപിയായതല്ല, മറിച്ച് ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ആ ഏകന്റെ അനുസരണക്കേടിനാൽ ആദാമിന്റെ സന്തതി പരമ്പരയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും പാപത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളരുന്ന കാലയളവിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു സ്വർഗത്തിൽ ദൈവമുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും ഒരു നിത്യതയുണ്ടെന്നും ആ നിത്യതയിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നതെന്നും തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കുകയും ആ നിത്യത നഷ്ടപ്പെടുവാൻ കാരണം പാപമാണെന്ന് നമ്മെ മനസ്സിലാക്കി തരികയും ആ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നമ്മളുടെ കഴിവുകൊണ്ടോ കർമ്മമാർഗങ്ങൾ കൊണ്ടോ സാധിക്കത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരം താൻ തന്നെ ഏറ്റെടുത്ത് നമുക്ക് പകരം മരിച്ചതാണ് എന്ന് മനസ്സിലാക്കി തരികയും, ഇത് മനസ്സിലാക്കി തരുന്നത് എന്ന് പറയുന്നത് ദൈവവചനത്തിൽ കൂടിയാണ്. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടുന്നു, അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ കൂടി ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ കൂടി വചനത്തിൽ കൂടി നമ്മളെ ദൈവം അറിയിക്കുന്നു. ഇത് അറിയുമ്പോൾ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ഞാനൊരു പാപിയാണെന്നും പാപത്തിന്റെ ശിക്ഷ മരണമാണെന്നും ഈ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും യേശു കർത്താവ് തൻ്റെ മരണം മുഖാന്തരം എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു എന്നും കർത്താവ് ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്നും എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണം, എൻ്റെ പാപത്തെ കഴുകി കളയണം, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് ഒരു വ്യക്തി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും തൻ്റെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു വീണ്ടും ജനനം ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് വന്ന് അവനെ ജീവിപ്പിക്കുകയും അവനിലുള്ള പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയുകയും നശിച്ചു പോകാത്ത നിത്യജീവൻ അവനെ ഉടമയാക്കുകയും മാത്രമല്ല ദൈവം വസിക്കുന്ന സ്വർഗസ്ഥലങ്ങളിൽ അവനെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവൻ്റെ പൗരത്വം മാറുന്നു, സ്വർഗീയ പൗരന്മാരെ അവൻ തീരുന്നു. ദൈവവചനം പറയുന്നു, കാൺമീൻ നാം ദൈവമക്കൾ, നമ്മളുടെ പൗരത്വമോ സ്വർഗത്തിൽ എത്രയാകുന്നു. അവിടെ നിന്നും കർത്താവായ യേശു നമ്മളെ ചേർപ്പാൻ വരും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും സ്വർഗീയമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയും അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ശിഷ്ടജീവിതം ജീവിക്കുവാൻ അവനായിരിക്കുന്ന അതേ പദവിയിൽ തന്നെ അവനെ നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുകളും സംസാര രീതിയും ചിന്താഗതികളും ബന്ധങ്ങളും എല്ലാം മാറുന്നു. സ്വർഗീയമായിട്ടുള്ള പൗരത്വത്തിനൊത്തവണ്ണം ആ വ്യക്തി മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓരോ ദിവസവും ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ വ്യക്തി തിരിച്ചറിയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് എൻ്റെ ശുദ്ധീകരണം. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. ലേഖനം നമ്മെ ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലേഖനത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ മുകളിൽ പറയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? നമ്മുടെ ശുദ്ധീകരണം. അപ്പോൾ എന്താ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപത്താൽ നമ്മളുടെ മനസ്സ് മലിനമാക്കപ്പെട്ടു. നല്ലത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നാം നമ്മളുടെ ഹൃദയപ്രകാരം നല്ലതെന്ന് ചിന്തിക്കുന്ന എല്ലാം ദൈവസന്നിധിയിൽ കറപുരണ്ടതാണ്. ദൈവസന്നിധിയിൽ അതിനൊരു വിലയുമില്ല. അപ്പോൾ ഈ ബോധ്യം ഒരു വ്യക്തിക്ക് വരുമ്പോഴാണ് അവിടെ തന്നെത്താൻ സമർപ്പിക്കുന്നത്. എന്നാൽ ഈ സമർപ്പണത്തിന് ശേഷം വീണ്ടും ജനനത്തിന് ശേഷം സ്വർഗസ്ഥലങ്ങളിൽ അവനെ ഇരുത്തിയതിന് ശേഷം അവനെ ദൈവ പൈതലായി മാറ്റിയതിന് ശേഷം ഇനി ആ വ്യക്തി ചെയ്യുന്നത് തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് താൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ബന്ധങ്ങളിലും എല്ലാം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതം അവനിൽ ഉണ്ടാകുകയാണ്. അപ്പോഴാണ് അവൻ്റെ വാക്കുളുപ്പിനാൽ രുചിരുത്തും കൃപയോട് കൂടിയതായിരിക്കുന്നത്. അവൻ തന്നെത്താൻ താഴ്ത്തുന്നത്, അവൻ മറ്റുള്ളവരെ ശ്രേഷ്ഠനെ നെണ്ണുന്നത്, നന്മയാൽ തിന്മയെ ജയിക്കുന്നത്, കുറവുകളോട് സ്നേഹിക്കുന്നത്, ക്ഷമിക്കാനും മറക്കാനും പൊറുക്കുവാനുള്ളൊരു ഹൃദയം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഓരോരോ വചനത്തിൻ്റെ അനുസരണം ആ വ്യക്തിയിൽ നിറവേറി വരുമ്പോൾ ആദാമെ പാപപ്രകൃതത്താൽ ഉണ്ടായ മനസ്സ് മാറുകയും പാപത്താൽ വന്ന ദ്രവത്വം നീങ്ങുകയും ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ പുത്രനായ യേശുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുങ്ങുന്ന വ്യക്തികളെ ചേർപ്പാൻ കർത്താവ് വരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അപ്പോൾ ശുദ്ധീകരണം ഒരു വ്യക്തിയിൽ നിറവേറുന്ന ആ പൂർണ്ണതയിലേക്ക് ദൈവം നടത്തുന്നത്. ഇത്തരത്തിൽ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ കർത്താവ് വേഗത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുക. പ്രിയമുള്ളവരെ, ഈ തീക്കായി ചുട്ടഴിവാനുള്ള ലോകത്തിൻ്റെ നൈമിഷികമായ മോഹങ്ങളിൽ രസിച്ച് നടന്നാൽ നിത്യത നഷ്ടപ്പെടുത്തി കളയും. നിത്യത മുഴുവൻ ദൈവത്തിൽ നിന്നകന്ന് നിത്യനരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതിനൊരു മാറ്റവുമില്ല. കാരണം ഈ ഒരു സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു നരകം സൃഷ്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്, വഞ്ചിക്കപ്പെടരുത്. അതുകൊണ്ട് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിപ്പാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവം നൽകട്ടെ. അതുകൊണ്ട്
ഇതുവരെ അറിയാതിരുന്നവർ ഇന്നറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നതോ, എന്തെങ്കിലും നമ്മുടേതായ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതോ, നമ്മളുടെ പാരമ്പര്യങ്ങൾക്ക് അനുസരിച്ച് നടക്കുക എന്നുള്ളതല്ല. വ്യക്തമായി ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. അപ്പോൾ ആ ശുദ്ധീകരണത്തിലേക്ക് നമ്മെ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവവചനത്തിൽ കൂടി മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു വീണ്ടും ജനനം അനിവാര്യമാണ്. ആ വീണ്ടും ജനനം ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രമേ നടക്കത്തുള്ളൂ. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തിനൊത്തോളം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഹൃദയം കഠിനമാക്കാതെ, മനം തയമ്പിച്ച അവസ്ഥയിൽ ഒരിക്കലും ആയിരിക്കാതെ ദൈവകരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി മാറി ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അധികം സഹായിക്കട്ടെ. ഇത്തരത്തിൽ ഒരു വീണ്ടും ജനം പ്രാപിച്ച വ്യക്തികൾ ദൈവവചനത്തിൻ്റെ കേൾവിയിൽ അധികമായി വിശുദ്ധീകരണത്തിലേക്ക് വളർന്നു വരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. കർത്താവ് സ്വർഗീയ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീതി നീളം ഉയരും ആഴമൊക്കെ അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ശുദ്ധീകരണത്തിൽ വളരുവാൻ തക്കവണ്ണം കൃപ നൽകുകയും ചെയ്യുന്നല്ലോ. ശബ്ദങ്ങൾക്ക് ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ദൈവവചനം മനസ്സിലാകുന്ന കൊണ്ട് ബുദ്ധിയെ തുറക്കുകയും ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടത് ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ആവശ്യങ്ങളിൽ ദൈവകരം കൂടിയിരിക്കുകയും ദുഷ്ടന്റെ ഇലപ്പെടാതെ കാക്കുകയും ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.